ഖബറ് നിലകൊള്ളുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും ഭണ്ഡാരപ്പെട്ടി ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും ബദർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി, ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി, ഇന്ന ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി. എന്തിനാ കൂട്ടരെ ഖബർ കിടക്കുന്ന ആൾക്ക് പൈസ? അതിന്റെ പേരിൽ ചൂഷണം നടത്തുന്നു. എന്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ പോരാടിയത് അത് മറന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നൊരു ദുരവസ്ഥ ഇന്ന് നാടിൽ നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം ഇപ്പൊ ഇന്നലെ മുതൽ നിങ്ങളൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ബദറുൽ കുബ്ര 2024 ആടുവരവ്. ആടിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആടുവരവ്. ആ ഫ്ലക്സിന്റെ ബാക്കിൽ ആടിന്റെ പോലും അന്തമില്ലാത്ത കുറച്ച് ആൾക്കാർ ഫ്ലക്സും പിടിച്ച് നിൽക്കുന്നു. എന്താണ്? വലിയ വലിയ അല്ലേ ശൈഖുനമാരുടെ മക്കളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കണമെന്നിട്ട്. എന്തിന്? ബദരീങ്ങളെ പേരിൽ ആടിനിറക്കാനുള്ള വരവിന്റെ സംഭാവന സ്കാൻ ചെയ്തോ വിട്ടോ, അറക്കണ്ടേ, തിന്നണ്ടേ എന്നുള്ള ആശയത്തിൽ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നിങ്ങൾ. ഇതാണോ ബദരീങ്ങളോടുള്ള സ്നേഹം? ഞാൻ പറയുന്നുണ്ട് എന്റെ സംസാരത്തിന്റെ ഇടയിൽ, സത്യത്തിൽ എന്തിനാണ് ഈ ബദറുൽ കുബ്ര 2024 ഫ്ലക്സ് അടിച്ചിട്ട് ആട് വരവെന്ന് എഴുതി? എന്തിനാ? ബദരീങ്ങളെ പേരിൽ ഇറക്കാനാണ്. ബദരീങ്ങളെ പേരിൽ ഇറക്കാനാണ്. അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ പേരിൽ അറവ് സമർപ്പിച്ചാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത പാപമാണ്. എന്താണ് വജ്ജഹത്തുവിലൂടെ നമ്മളൊക്കെ പറയാറുള്ളത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ആരാധനകളും നേർച്ച വഴിപാടുകളും എന്റെ ജീവിതവും മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമാണ് ബദരീങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓല പേരിൽ ആടിനിറക്കുക, മഹാന്മാരുടെ പേരിൽ കോഴിനിറക്കുക, ഉള്ളാളത്ത് ചെന്നാൽ ആടിനിറക്കുക, ബദരീങ്ങളെ പേരിൽ കുട്ടനിറക്കുക. നമ്മളൊന്നും പറയണ്ട. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 173-ാമത്തെ വചനം, ബഖറയിലെ 173-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇസ്തിഹാസക്ക് തെളിവ് പിടിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ ഹൈതമി. ഇബ്നു ഹജർ ഹൈതമിയുടെ അദ്ദേഹത്തിന്റെ സവാജിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഹൈതമി പറയാണ്, സൂറത്തുൽ ബഖറയുടെ 173-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട്, ഖാലൽ ഉലമാ, ഉലമാ പണ്ഡിതന്മാർ പറയുകയാണ്, ഉലമാക്കൾ പറയുകയാണ്. എന്താ പറഞ്ഞത്? ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ വഖസദ ബിദബ്ഹിഹാ അത്തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹി തആല സ്വാറ മുർത്തദ്ദൻ വദബീഹതുഹു ദബീഹതു മുർത്തദ്ദിൻ. അദ്ദേഹത്തിന്റെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യത്തിൽ അദ്ദേഹം പറയാണ്, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്താൽ അതിന്റെ ഹുക്കം എന്താ? ഇത് എന്തിനാ ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിച്ച് ബാക്കിയുള്ള പണ്ഡിതന്മാർ പറയാത്തോണ്ടല്ല. ഇത് നമ്മുടെ നാട്ടില് ഈ നേരത്തെ പറഞ്ഞ പോലെ ആടിനെ മഹാന്മാരെ പേരിൽ ഇറക്കുന്ന, ബദരീങ്ങളെ പേരിൽ കുട്ടനിറക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന പണ്ഡിതനാണ്. നമ്മൾക്ക് ഇയാളെ സ്വീകാര്യനയല്ല. ഇയാൾ കുറെ എന്താ പറയുക ഇസ്ലാമിനെതിരായിട്ടുള്ള പലതും പറഞ്ഞു വെച്ച ഒരാളാണ്. ഇരിക്കട്ടെ. എന്തായാലും ഇബ്നു ഹജർ ഹൈതമി പറയുന്നത് എന്താണ്? ഒരു മുസ്ലിം, കേട്ടോ, വേറെ ആരുമല്ല, ഒരു മുസ്ലിം ബലികർമ്മം നിർവഹിക്കുക, അതുപോലെ തന്നെ ആ പ്രസ്തുത ബലികർമ്മം കൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയവനാണ്. സ്വാറ മുർത്തദ്ദ എന്ന് പറഞ്ഞത്. മുർത്തദ് എന്ന് പറഞ്ഞെന്താ? ഇസ്ലാമെന്ന് പുറത്തുപോയ മതഭ്രഷ്ടനായി പോയവനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ബദരീങ്ങളെ പേരിൽ അർത്ഥ പിന്നെ അതെങ്ങനെ മതത്തിലാവുക? ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കൽ എന്താ? നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേന്നാ? മയ്യത്തിന് വേണ്ടി നിസ്കരിക്കലില്ലേ കൂലി കിട്ടാൻ? അതെ. ഇനിയിപ്പോ നാളെ ഒരു മുജാഹിദ് മയ്യത്ത് നിസ്കരിക്കുമ്പോ അയാളെ നീയത്ത്, ഈ മയ്യത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുമ്പോ അദ്ദേഹത്തിൽ നിന്ന് വല്ല ഗുണമോ ദോഷമോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ മയ്യത്ത് നിസ്കാരം ശുർക്കായി. നമ്മളൊന്നും മയ്യത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. റസൂല പറഞ്ഞു നിർവഹിക്കുന്നു. മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണോ ബദരീങ്ങൾക്ക് ഇറക്കുമ്പോൾ ബദരീങ്ങളിൽ നിന്ന് എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താ? ഓല ബറക്കത്ത്, ഓല ഷഫായത്ത്, ഓല കടാക്ഷം. ഇത് ആഗ്രഹിക്കുന്നില്ലേ? അതാണ് ശിർക്ക്. വീണ്ടും നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടിക്ക് വേണ്ടി അക്കീക്ക് ഇറക്കലില്ലേ? ഉണ്ട്, ലാ ശക്കഫി, അറക്കലുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് വേണ്ടി അറക്കുമ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചാണത്. അത് അറക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചാൽ അതും ശിർക്ക്. അതുപോലെയാണോ മഹാന്മാർക്ക് ഈ കുട്ടനെ പോത്തിനിറക്കണത്? അല്ല. അപ്പൊ ബദരീങ്ങൾ എന്തിനു വേണ്ടി പോരാടിയോ ആ ശിർക്കിനെ വീണ്ടും സ്ഥാപിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഓതിയ ആയത്തില്ലേ,
ആലം ദുനിയാവിൽ എന്ത് പാപം വന്നാൽ അല്ല പൊറുക്കും. പക്ഷെ റഹ്മാനായ റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത, ഗഫൂറായ റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് കൂട്ടരെ. ഖുർആൻ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, പ്രവാചകരെ താങ്കൾക്കും താങ്കളെ മുമ്പുള്ളവർക്കും ഞാൻ വഹി നൽകിയിരിക്കുന്നു. എന്താണ് വഹി നൽകിയിരിക്കുന്നത്? ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിലെങ്ങാനും പങ്കു ചേർത്തു പോയാൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. അത് മാത്രമല്ല നബിയെ, വലതകൂനന്ന, തീർച്ചയായും നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും മിനൽ ഖാസിരീൻ. എന്താ ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടം പറ്റിയവർ എന്നാണ്. ആ നഷ്ടം പറ്റിയവരിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ പ്രവാചകനോട് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തൽ ശിർക്കാണ്. അത് ഇനി ഏത് രൂപത്തിലുള്ള അറിവിനെയും ഇസ്ലാം ആ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചതായി പ്രമാണങ്ങളിൽ കാണുക നമുക്ക് സാധ്യമല്ല.